മൈ ഡിയർ ബാലയ്യ గారు നിങ്ങൾക്കെന്ത് വയ്യ മനുഷ്യ బట్ వై దిస్ కోప్రా కొలవరి మిస్టర్ బాలయ్య గారు എന്ത് മാമ വയ്യേ ഇങ്ങക്ക് മാമന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാല് മാമൻ സിനിമയിലും അതേ കണക്കിന് ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു പുതുമ കൊണ്ടുവന്ന സിനിമയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലയൺ എന്ന് പറയുന്ന സിനിമ, തെലുങ്ക് പടം. ഈ സീനിൽ നമ്മുടെ ബാലയ്യ గారు ചത്തുമലന്ന് കിടക്കുകയാണ് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച്. അപ്പോഴാണ് സുഹൃത്തുക്കളെ ഒരു കുർണാപ്പി എലി വന്ന് മാമന്റെ സുക്കാമണിയിൽ കടിക്കുന്നത്. ആ സുക്കാമണിയിൽ കടിച്ചതിന്റെ ആ ഒരു വെപ്രാളത്തിലും പരവേശത്തിലും ചത്ത് കിടക്കുന്ന മാമൻ 3 മണിക്കൂർ മുമ്പോ 4 മണിക്കൂർ മുമ്പോ ചത്ത് മൂക്കിൽ പഞ്ഞിയും വെച്ച് കവറിൽ പൊതിഞ്ഞു കിടക്കുകയാണ് മോർച്ചറിയിൽ. ആ കിടക്കുന്ന മനുഷ്യൻ ചുക്കാമണി കടിച്ച ഉടനെ ചാടി എങ്ങണീക്കുന്നു. അയ്യോ എന്റെ അമ്മച്ചിയെന്ന് പറഞ്ഞു. ബാലയ്യകാരന്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ നമുക്കത് കണ്ടു കഴിഞ്ഞാല് സത്യം തന്നെ ചിരിക്കണോ അതാ കരയണോ എന്തിനാണെന്ന് ഒരു പിടിയുമില്ലെന്നാ. ഇത് എന്തോന്നടാ മൂക്കില് പഞ്ഞിയും വെച്ച്. ഇനി മുതൽ മനുഷ്യർക്ക് ഹോസ്പിറ്റലിയുടെ ആവശ്യമില്ല സുഹൃത്തുക്കളെ. വീട്ടിൽ 22,234 എലികളെ വളർത്തു, ജീവൻ രക്ഷിക്കൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അണ്ണന്റെ പ്രവർത്തനങ്ങൾ ഇതിവിടെ വെച്ച് തീർന്നാണോന്ന്? ഒരിക്കലും ഇല്ല. അതാണ് ഒരു തുടക്കം. അണ്ണൻ ആ ചാടി എണീക്കുമ്പോഴത്തേ അണ്ണൻ ഒരു ശക്തി കിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ആ എലിയുടെ ശക്തിയും എല്ലാത്തിൻ്റെ ഒരു ശക്തി ഞങ്ങൾ ആവാഹിച്ചതിന് ശേഷം പിന്നെ അണ്ണൻ്റെ ഒരു പേക്കൂത്തുകളാണ് അവിടെ നടക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. ഇന്ന് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതിൽ 2 ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വിളമ്പിത്തരാം. ഈ ഒരു സീനിൽ തൃശേച്ചിൻ്റെ അടുത്ത് അണ്ണൻ ചെന്നിട്ട് പറയും, നീ എൻ്റെ ഇറക്കാതെ പോയ കാമുക്കേണ്ടി, നീ എൻ്റെ പെണ്ണും പുള്ളി ബാടി എന്ന് പറയുമ്പോഴത്തേ ചേച്ചി കള്ളക്കളവാ എന്ന് പറയുന്ന അണ്ണൻ അങ്ങ് ദേഷ്യം വരും. പക്ഷെ വന്നിട്ട് ബാക്കിൽ കിടക്കുന്ന കാറിൽ ഇടിയാണ്. പൊന്നോ, ആ കാറ് നിരങ്ങി അടിച്ച് 100 മീറ്റർ അപ്പുറത്ത് പോയി കിടക്കുന്നു പാർക്ക് ചെയ്ത്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. പൊന്നോ, നിങ്ങൾ ആരെണ്ണ ആനക്കൂട്ടിയ? അതാ നിങ്ങൾ ഒലക്കൊക്കെ ഉണ്ടായതാണ്. എന്തൊരു ശക്തിയാണ നിങ്ങൾക്ക്. ഇത് മാത്രമൊന്നുമല്ല, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ്. ഇങ്ങനെ തൊടുന്ന എല്ലാവരും റബ്ബറാവുന്നു. ഇത് കണ്ടില്ലേ, തറചക്രം കണക്ക് എല്ലാത്തിനും എടുത്ത് കറക്കണണ്ണായി. എന്നിട്ട് തറയിലൊരു അടി, അവിടുന്ന് കുതിച്ചങ്ങ് പോകുന്നില്ലാണോ. ഒന്നി ഇങ്ങനെ റബ്ബറിനുണ്ടായത്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റബ്ബർ വിഴുങ്ങി, അല്ലെങ്കിൽ ഇങ്ങനെ തൊടുന്നവന്മാരെല്ലാണോ റബ്ബറാവുന്നു. പിന്നെ കുതിച്ച് എന്തൊരു പോക്കണ അത്. എൻ്റെ പൊന്ന് നാട്ടുകാരെ, ഇതൊന്നും അല്ലെന്ന്. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. മൊത്തം പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ശരി, എന്നാ പോണു.